പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിവേകമുള്ള ഒരു ഹൃദയത്തെ പറ്റിയിട്ടാണ്. ആർക്കാണ് വിവേകമുള്ള ഒരു ഹൃദയം ലഭിച്ചതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ശലോമോനായിരുന്നു. ഒരിക്കൽ ശലോമോന്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ശലോമോൻ ഇപ്രകാരം പറഞ്ഞു, ഗുണവും ദോഷവും തമ്മിൽ തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തെ ന്യായപാലനം ചെയ്ത് നടത്തുവാൻ വിവേകമുള്ള ഒരു ഹൃദയം തരയണമേ എന്ന്. ഇന്ന് പ്രിയ ദൈവങ്ങളെ, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അനേക ആവശ്യങ്ങളും അനേക ആഗ്രഹങ്ങളും നമുക്കുണ്ടായിരിക്കാം. എന്നാൽ ഇന്നു മുതൽ നമ്മൾ ആഗ്രഹിക്കുക, ദൈവത്തോട് ചോദിക്കുക, വിവേകമുള്ള ഒരു ഹൃദയം തരയണമെന്ന്. എന്താണ് വിവേകമുള്ള ഒരു ഹൃദയത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുണവും ദോഷവും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും. ഇതൊരിക്കലും മനുഷ്യൻ നൽകി തരുന്നതല്ല, ഇത് ദൈവം തന്നെ നൽകി തരുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് യോസെഫ് താൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ ഫറവോൻ 2 സ്വപ്നങ്ങൾ കാണാനിടയായി. എന്നാൽ ആ സ്വപ്നം വിവരിച്ചു കൊടുക്കാനോ വിവേചിച്ചു പറഞ്ഞു കൊടുക്കാനോ അവിടെയുള്ള ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ യോസെഫ് ദൈവാത്മാവിൽ അത് വിവരിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഫറവോൻ ഇപ്രകാരം പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുമുട്ടുമോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനുമില്ല. ഇതിത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം യോസെഫിനെ അദ്ദേഹത്തിന്റെ ഗ്രഹത്തിന് മേലധികാരിയാക്കി. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്ന ഓരോ ഇടങ്ങളിലും ദൈവാത്മാവിൽ നിന്ന് ഗുണവും ദോഷവും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ അനുഗ്രഹമായി തീരുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിവേകമുള്ള ഹൃദയം നമുക്ക് ദൈവം തരുമ്പോൾ പിന്നീടുള്ള ഓരോ ചുവടും നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഒരിക്കലും നമ്മളിൽ നിങ്ങള ഭാവം ഒന്നും വരാനിടയാകല്. പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെ ദൈവം നമ്മളിൽ പകർന്നു നൽകുമ്പോൾ ഓരോ നിമിഷം ദൈവശബ്ദത്തിനനുസരിച്ച് ചുവടുവെക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എവരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.